നമ്മൾ പരിശുദ്ധ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവ് സുറിയാനി സഭയുടെ ഗീതങ്ങളിലും ആരാധനാ ക്രമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. മാതാവിൻ്റെ പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മാതാവിൻ്റെ പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട എല്ലാ പെരുന്നാളുകളും പ്രധാനപ്പെട്ടാണ്. അതിൽ നമ്മൾ എടുത്തു പറയാൻ ജനുവരി മാസത്തിൽ വിത്തുകളെ പ്രതിയും പിന്നീട് കതിരുകളെ പ്രതിയും അതിനുശേഷം മുന്തിരിയെ പ്രതിയുമുള്ള 3 പെരുന്നാളുകളുണ്ട്. വിളവുകളോട് ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള പെരുന്നാളുകൾ. ഇതിന് പിതാക്കന്മാർ കൊടുക്കുന്ന ദൈവശാസ്ത്ര വിശദീകരണം, ദൈവശാസ്ത്രപരമായ ഒരു മാനം വളരെ വിസ്മയകരമാണ്. വിത്ത് വിതച്ചിട്ട് ഉറങ്ങുന്ന കർഷകൻ നമ്മുടെ കർത്താവിൻ്റെ ഉപമകളിൽ നമുക്ക് കാണാം. ബൈബിളിലെ ഒരു പ്രധാന ചിത്രീകരണമാണ് കൃഷിക്കാരൻ്റെ ചിത്രീകരണം. ദൈവത്തെ തന്നെ കൃഷിക്കാരനായി അവതരിപ്പിച്ചിട്ടുണ്ട്. സുവിശേഷ പ്രവർത്തനം, പ്രേക്ഷിത വേലയോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട് കൃഷിക്കാരനെന്ന്. സഭാ പരിപാലനത്തോടുള്ള ബന്ധത്തിൽ കൃഷിക്കാരനെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ പൗലൂസ്ലീഹ നിങ്ങളാണ് എൻ്റെ കൃഷി എന്ന് ഒരു സമയത്ത് തൻ്റെ ലേഖനത്തിൽ താൻ പറയാം, നിങ്ങളാണ് എൻ്റെ കൃഷി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷിയുടെ പല ആസ്പെക്റ്റുകളെ നമുക്ക് കാണാം. എന്നാൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കൃഷിയുടെ എല്ലാ ആസ്പെക്റ്റിലും, പ്രത്യേകിച്ച് കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്ന പഴയകാല ക്രൈസ്തവ കുടുംബങ്ങൾക്ക് അവരുടെ കൃഷിക്ക് വലിയ ആശ്വാസവും ആശ്രയവുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഞാറ്റുവേലയിൽ കാലാവസ്ഥയുടെ ആനുകൂല്യത്തിന് മഴയും വെയിലും ഇതിനൊക്കെയുള്ള അനുഗ്രഹത്തിനായിട്ടൊക്കെ നല്ല വിളവ് കിട്ടുവാൻ, കീടങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുവാനൊക്കെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി സുറിയാനി പിതാക്കന്മാർ നൽകുന്ന ദൈവശാസ്ത്ര വിശദീകരണം വിത്ത് വിതച്ചിട്ട് ഉറങ്ങുന്ന മനുഷ്യൻ വിത്ത് കിളിർത്ത് ഉയരുവാൻ കാത്തിരിക്കുന്നു. വിത്ത് വിതച്ചിട്ട് ഉറങ്ങുന്ന മനുഷ്യൻ വിത്ത് കിളിർത്ത് ഉയരുവാൻ കാത്തിരിക്കുന്നു എന്നുള്ള ചിത്രം, ആ വിത്തുകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ സുറിയാനി പിതാക്കന്മാരുടെ റൈറ്റിങ്ങുകളിൽ കാണുന്ന ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മാർ അപ്രേമിന്റെ മരുമകനായിരുന്ന ഒരു സുറിയാനി പിതാവ്, അബ്സാമിയ എന്ന് പറയും. അദ്ദേഹത്തിന്റെ രചനകളിൽ നമ്മൾ കാണുന്ന ഈ വിത്ത്, വിതയ്ക്കപ്പെട്ട വിത്ത്, നിദ്ര പ്രാപിച്ച വിശ്വാസികളെ കാണിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. നിദ്ര പ്രാപിച്ച വിശ്വാസികൾ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതാതിന്റെ ശരീരവും കൊടുക്കുന്നു. അപ്പൊ വിതയ്ക്കപ്പെടുന്ന വിത്ത് കിളിർക്കുന്ന ഒരു സമയം, കർഷകൻ വിശ്രമിക്കുന്നു. വിത്ത് വിതയ്ക്കുന്ന കർഷകൻ ഉറങ്ങുന്നു. അവൻ ഉറക്കം ഉണരുമ്പോൾ വിത്ത് കിളിർക്കുന്നു. ഇതിനോട് താരതമ്യപ്പെടുത്തി നിദ്ര പ്രാപിച്ച വിശ്വാസികളോട് കണക്ട് ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ, നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവും, നിന്റെ ഉദരബലവും വാഴ്ത്തപ്പെട്ടതാവും, ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ. പിന്നീട് പറയുന്നത്, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അപ്പൊ ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമേ. വിത്ത് വിതയ്ക്കപ്പെടുന്ന ഒരനുഭവത്തോടാണ് അതിനെ കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ ഒരു ശരീരം കിളിർത്ത് വരികയാണ്. സകല മനുഷ്യർക്കും പ്രത്യാശ നൽകുന്ന, സകല മനുഷ്യവർഗത്തിനും സന്തോഷം പ്രദാനം ചെയ്യുന്ന, എല്ലാ ഭൂമിയിലും രണ്ട് ലോകങ്ങളിലും സമാധാനം നൽകുന്ന ആ ദിവ്യ ശരീരം ക്രിസ്തു അവളിൽ ജാതനായി, മറിയത്തിൽ ജാതനായി. അപ്പൊ ലോകത്തിന് പരിശുദ്ധ മറിയം നൽകുന്ന സമ്മാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ സമാധാനം കൊടുക്കുകയാണ്. അപ്പൊ ലോകത്ത് സമാധാനം ലോകത്ത് സമാധാനം ആശംസിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയ സമാധാനം ആശംസിച്ചത് പരിശുദ്ധ മറിയമാണ്. കാരണം പരിശുദ്ധ മറിയം നൽകിയത് സമാധാന പ്രഭുവിനെയാണ് ലോകത്തിന് നൽകിയത്. കേവലം വാക്കുകളിലൂടെ സമാധാനമെന്ന് പറയുകയല്ല, മറിച്ച് സമാധാന പ്രഭുവിനെ ലോകത്തിന് കാഴ്ചവെക്കുകയാണ്, ലോകത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഇതിനേക്കാൾ വലിയൊരു സമാധാനം. അതുകൊണ്ടാണ് സ്ലോമോ 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 എന്ന് നമ്മൾ ഈ മറിയത്തിന്റെ പാട്ടുകളിൽ, കുക്കിലിയോനുകളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പൊ താതന്റെ പക്കൽ നിന്നുള്ള സ്ലോമോ ഗബ്രിയേൽ ദൂതനിലൂടെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് വരികയാണ്. താതനിൽ നിന്ന്, താതസവിധത്തിൽ നിന്നുള്ള സ്ലോമോ, നമ്മൾ അതിന്റെ താതൻ സ്ലോമോ ഗബ്രിയേൽ മൂലം മേലി നാഥന്യ മറിയാമിനു നൽകപ്പെട്ടു. ഈ ആ സ്ലോമോ, അതുകൊണ്ട് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് ആ സമാധാന പ്രഭുവിനെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ. അപ്പൊ ഇതേക്കുറിച്ച് നമ്മുടെ സുറിയാനി സഭയുടെ പിതാവ് അഫ്രഹാത്ത് എഴുതുന്നത് എന്താന്ന് ചോദിച്ചാൽ, അഫ്രഹാത്ത് പിതാവിന് പറയാനുള്ളത് മറിയാമിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം വളരെ വിശ്രുദ്ധമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. യെരുശലേമിൽ 3-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ്. 3-ാമത്തെ വയസ്സ് മുതൽ ദൈവാലയത്തിൽ തന്നെ ജീവിച്ചവളാണ്. പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കഴിഞ്ഞവളാണ്. ദൈവപുത്രന് ജന്മം നൽകി കഴിഞ്ഞും ആ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. നമ്മൾ കാണുന്നത് പ്രാർത്ഥനാ നിരതയായി ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ കാണും. പുൽക്കൂട്ടിന് സമീപം ദൂതഗണങ്ങളുടെ ആഗമനം കണ്ട് ആശ്ചര്യം കൂറി പ്രാർത്ഥനയോടെ നിൽക്കുന്ന അമ്മയെ കാണും. പിന്നീട് നമ്മൾ പരിശുദ്ധാത്മ ആഗമനത്തിനായി
അപ്പോസ്തല ഗണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാളിക മുറിയിൽ അവരുടെ ഒപ്പവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ കാണും. അതുകൊണ്ടാണ് സഭ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോടൊപ്പവും പ്രാർത്ഥിച്ചിടണമേ. നമ്മളൊരു ഗീതത്തിൽ അങ്ങനെ കേൾക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോടൊപ്പവും പ്രാർത്ഥിച്ചിടണമേ. അപ്പം നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പിതാക്കന്മാരുടെ രചനകളിൽ നമ്മൾ കാണുന്നത്. യേശു തമ്പുരാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് സുറിയാനി ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്, എല്ലാ ദിവസവും ദൈവപുത്രന്റെ കബറുങ്കൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ ചില ആളുകൾ പരിഹസിച്ച്, ഇറ്റ്സ് ആൻ ഓപ്പൺ ഗ്രേവ്, അവൻ ഇവിടെ ഇല്ല. പക്ഷേ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ആ തുറക്കപ്പെട്ട ആ കല്ലറയുടെ മുമ്പിൽ എവരിഡേ, എല്ലാ ദിവസവും വിതൗട്ട് എനി ഫെയിൽ അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് സഭാ പാരമ്പര്യം പറയുന്നത്. ഒരിക്കൽ സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തി താൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ പിന്നെയും മറിയത്തിന്റെ അടുക്കലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. വീണ്ടും പറഞ്ഞു, ഹെയിൽ മേരി, മറിയം വിജയിക്കട്ടെ. പിന്നീട് തന്റെ നിര്യാണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ദൂതൻ അവൾക്ക് വെളിപ്പെടുത്തി. ദൂതന്റെ ആഗമനത്തിൽ ആ സമയത്ത് മറിയാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വളരെ അലൗകികമായ ഒരു സുഗന്ധം വ്യാപിച്ചു എന്നാണ് ഈ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പല തീർത്ഥാടക സ്ഥലങ്ങളിലും അങ്ങനെ സുഗന്ധം പ്രത്യേകമായി വ്യാപിച്ചു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അന്ന് ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, അവർ ആ ദൈവപുത്രന്റെ കല്ലറയുടെ ചുറ്റും മറിയം പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ വലിയ സുഗന്ധമുണ്ടായി എന്നാണ്. തന്റെ പ്രാർത്ഥനയിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇതാണ് അഫ്രഹാത്ത് പിതാവ് കണക്ട് ചെയ്യുന്നത്. അദ്ദേഹം മറിയത്തിന്റെ പ്രാർത്ഥനയെ ദാനിയേലിന്റെ പ്രാർത്ഥനയോടാണ് കണക്ട് ചെയ്യുന്നത്. ദാനിയേൽ 21 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ അവസാനമാണ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. 70 വർഷങ്ങൾക്ക് ശേഷം ബാബേലിൽ നിന്ന് തന്റെ ജനത്തിന് ഒരു വിമോചനം ഉണ്ടാകുമെന്നുള്ള ഒരു സദ്വർത്തമാനമാണ് ദാനിയേലിന്റെ ഫാസ്റ്റിങ്ങിന് അവസാനം ലഭിക്കുന്നത്. ഇപ്പൊ ഇത്രയുമാണ് അഫ്രഹാത്ത് കണക്ട്. അഫ്രഹാത്ത് പിതാവ് പറയുന്നത്, മറിയത്തിന്റെ പ്രാർത്ഥനയിൽ ഗബ്രിയേൽ മാലാഖയുടെ ആഗമനം നിരന്തരമായിട്ടുണ്ടായി. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നിന്റെ പുത്രൻ സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അപ്പൊ ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ വിശ്രുതമാക്കപ്പെട്ട ആ നാമം, ഭൂമിയിലും സ്വർഗത്തിലും പ്രസിദ്ധമായ നാമം. ഞാൻ ഇന്നലെ പറഞ്ഞത്, ക്രിസ്മസ് ദിനത്തിൽ യേശു കർത്താവിന് പരിശുദ്ധ അമ്മ ജന്മം നൽകിയ സമയത്ത് സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും ബെയ്ത്ലഹേമിൽ വന്ന് യേശു തമ്പുരാനെ വണങ്ങി. ഇനി എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഈ സോളാ സ്ക്രിപ്ചറ എന്നാണ് പറയുന്നത്. സോളാ സ്ക്രിപ്ചറയുടെ ആളുകളാണ്, തിരുവെഴുത്തിന്റെ ആളുകളാണ്. സഭയുടെ പാരമ്പര്യം പറയുന്നത് സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും അവരെങ്ങനെ വന്നു എന്നറിയാമോ? അവര് വന്നത് വളരെ ചെറിയ രൂപത്തിലാണ്, മിനിയേച്ചർ ഫോമിലാണ്, വളരെ ചെറിയ രൂപത്തിൽ. ചെറുതായിട്ടാണ് വന്നത്. അവർ വന്ന് യേശു തമ്പുരാനെ വണങ്ങിക്കൊണ്ടിരുന്നു. ആ കാഴ്ച പരിശുദ്ധ അമ്മ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യത്തിൽ
നമുക്ക് ഉറപ്പിക്കാം, സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും വന്ന് കുഞ്ഞിനെ വണങ്ങി അമ്മയെ പരിചയപ്പെട്ടാണ് പോയത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാർക്കും പരിശുദ്ധ അമ്മയെ മുഖപരിചയമായി. അല്ലെ, സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരെയും പരിശുദ്ധ അമ്മ കണ്ടു. അപ്പൊ സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരെയും സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാർക്കും പരിചയമുള്ള, അല്ലെ, സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരെയും പരിചയമുള്ള മനുഷ്യവർഗത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. പരിശുദ്ധ മാതാവ്. ഇപ്പൊ ഇതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി ബൈബിളിൽ നിന്നുള്ള തെളിവ് ഞാൻ വായിക്കാം, നന്നായിട്ട് കേട്ടോണം, അത്യാവശ്യമുള്ള ഒരു കുറിച്ചും വെച്ചോണം. എബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ഇത് പെന്തക്കോസ്തുകാരും ഉപയോഗിക്കുന്ന ബൈബിളാണ്. സ്വർഗത്തിലെ പിതാവായ ദൈവം കൽപ്പന കൊടുക്കുകയാണ്, സ്വർഗത്തിലെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അന്നത്തെ ബെയ്ത്ലഹേം നോക്ക്. ബെയ്ത്ലഹേമിന്റെ ആകാശമണ്ഡലത്തിലെ ട്രാഫിക് അൺയൂഷ്വലായിട്ട് ഹെവി ട്രാഫിക്കാണ്. ഗണമായിട്ട് സ്വർഗീയ മാലാഖമാർ ഇറങ്ങി വരികയാണ്. ഒരു സംഘം വന്ന് വണങ്ങി പോയാൽ ഉടനെ അടുത്ത സംഘം വരികയാണ്. അടുത്ത സംഘം വണങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക്കാണ്. മുകളിൽ നിന്ന് മാലാഖമാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന മാലാഖമാർ മുഴുവൻ വന്ന് ഈ കുഞ്ഞിനെ വണങ്ങിക്കൊണ്ടിരിക്കുക. അതിലൊരു സംഘമാണ് പെട്ടെന്ന് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇവിടെ വലിയൊരു സംഭവം നടക്കും. മുഴു സ്വർഗീയ സൈന്യവും അവിടെ വന്ന് വണങ്ങി ആരാധിച്ചു. അപ്പം അത് മുഴുവൻ സ്വർഗീയ സൈന്യവും അവിടെ വന്ന് വണങ്ങി ആരാധിച്ചു. അങ്ങനെ പുൽക്കൂട്ടിൽ തന്റെ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതിന് ചുറ്റും ഇങ്ങനെ മാലാഖമാർ പറന്ന് ചിറക് വിരിച്ച് പറന്ന് നിന്നുകൊണ്ട് വർഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പരിശുദ്ധ അമ്മ ഈ മാലാഖമാരോട് പറയുന്നത്, നിങ്ങൾ ആ ചിറകുകൾ അല്പം മാറ്റിവെക്കൂ, ഞാൻ ഈ കുഞ്ഞിന് അല്പം മുലപ്പാൽ കൊടുക്കട്ടെ എന്ന് പറയുന്ന ആ മനോഹരമായ ഭാവന നമ്മുടെ പിതാക്കന്മാരുടെ രചനകളിലുണ്ട്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു ഗാനമുണ്ട്. അതായത്, ചൊന്നാൾ മറിയം നിൻ ശക്തിയാ നിന്നെ വഹിച്ചു എന്നുള്ള ആ ഒരു ഗാനം.
കർത്താവേ, പക്ഷമുയർത്തിടുവാൻ അവരോടു നീ കൽപ്പിച്ചിടണമേ. വന്നു വണങ്ങി തിരുഹിതമാം സ്തന്യം ഞാൻ നൽകാം. പരിശുദ്ധ മറിയം പറയുകയാണ്, കർത്താവെ, നീ ഈ ദൂതന്മാരോടൊന്ന് പറയണമേ, ഈ ചിറകുകൾ മാറ്റിവെക്കുക, ഞാൻ അവിടേക്ക് അടുത്ത് വരട്ടെ, ഞാൻ വന്ന് നിന്നെ ഒന്ന് വണങ്ങട്ടെ, ഞാൻ ഈ കന്യാസ്തനം നിനക്ക് നൽകട്ടെ. അപ്പൊ ഈ ഒരു കാര്യം, ഇത് ലിറ്ററലി ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതേക്കുറിച്ചുള്ള സൂചന തിരുവെഴുത്തിൽ നിന്ന് ആധാരമായിട്ടാണ് ഞാൻ വായിച്ചത്. എബ്രായ ലേഖനം 1:6 വായിക്കുക, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനെ വണങ്ങിക്കൊള്ളണമെന്ന ആജ്ഞയാണ്. ഇന്നലെ ഞാൻ ഒരു പെന്തക്കോസ്ത് സഹോദരനോട് ഇത് ഷെയർ ചെയ്ത്, എന്നെ വിളിച്ചപ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, വാക്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയും, വിശ്വസിക്കാം, പക്ഷേ ചിലപ്പോൾ ലിറ്ററലി വന്ന് കാണാനല്ല, സ്വർഗത്തിൽ തന്നെ ഇരുന്ന് അങ്ങ് വണങ്ങി കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു, സൂം മീറ്റിംഗ് വെച്ച് വണങ്ങി കാണുമായിരിക്കുന്നു. കാരണം അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വർഗത്തിലെ മുഴുവൻ മലാഖമാർക്കും പരിചയമുള്ള ഒരേ ഒരു മനുഷ്യ വ്യക്തി, സ്വർഗത്തിലെ മുഴുവൻ മാലാഖമാരെയും നേരിട്ട് പരിചയമുള്ള ഒരേ ഒരു മനുഷ്യ വ്യക്തി, അത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മയാണ്. അതാ മലാഖമാർക്ക് മുഴുവൻ പരിചിതയായ, സ്വർഗത്തിൽ സുപരിചിതമായ വ്യക്തിത്വമാണ്. ഇതേക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഈ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടില് ആണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാനത് കഴിഞ്ഞ ദിവസം കൂടാര പെരുന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് കുറച്ച് വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നതാണ്. ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിൽ, അല്ലാതെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞാൽ പുതിയൊരു സഭ വന്നു തുടങ്ങിയല്ല. ദൈവത്തിന് ഒരു പദ്ധതിയേ ഉള്ളൂ, ദൈവത്തിന് തെറ്റ് പറ്റാറില്ല, ദൈവം സോറി എന്ന് പറയാറില്ല, സോറി പറയേണ്ട ആവശ്യം ദൈവത്തിന്. അത് ദൈവത്തിന്റെ പെൻസിലിന്റെ പുറകിൽ ഇറേസർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ പെൻസിലിന്റെ പുറകിൽ ഇറേസർ ഇല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം കർത്താവ് സർവജ്ഞാനിയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങി. ദൈവം എവിടെയാണ് ഈ പ്രവൃത്തി തുടങ്ങി? സഭയെ വിളിച്ചു. അബ്രഹാത്തിനെ വിളിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാത്തിനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വിളിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടു പോവുക. അപ്പൊ അവിടെയാണ് വിളി ആരംഭിക്കുന്നത്. അവിടുന്ന് അബ്രഹാമിനോട് ചേർന്ന് അവിടെ സഭ ആരംഭിക്കുകയാണ്. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം കൂടാരമടിച്ചു. കൂടാരത്തോടൊപ്പം യാഗപീഠം നിർമ്മിച്ചു. കൂടാരവും യാഗപീഠവുമായി അബ്രഹാം യാത്ര തുറന്നു. ഒരു കൂടാര ജീവിതവും അബ്രഹാമിനുണ്ടായിരുന്നു. ഒരു യാഗപീഠത്തിന്റെ ജീവിതവും അബ്രഹാമിനുണ്ടായിരുന്നു. യാഗപീഠം കൂടാരത്തിൽ നിന്ന് അകന്നായിരുന്നില്ല. എവിടെ ചെന്നാലും ആദ്യം യാഗപീഠമാണ്, പിന്നീടാണ് കൂടാരം. ഇതാണ് അബ്രഹാമിയ പാരമ്പര്യം. അതുകൊണ്ടാണ് അബ്രഹാമിയ പാരമ്പര്യമുള്ള ആളുകളും എവിടെ ചെന്നാലും പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനയ്ക്കുള്ള സ്ഥലം, ആരാധനാ കേന്ദ്രം അന്വേഷിക്കുന്നത്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ എവിടെ താമസിച്ചാലും അവർ പള്ളിക്ക് ചുറ്റുമാണ് താമസിച്ചിരുന്നത്. ഇന്നാണ് മാറ്റം വന്നത്. പള്ളിക്ക് ചുറ്റും, പള്ളിയോട് ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നത്. കാരണം ആരാധനാ കേന്ദ്രീകൃതമാണ് ആ സൊസൈറ്റി, വർഷിപ്പ് കമ്മ്യൂണിറ്റിയാണ്. ഇത് അബ്രഹാമിയ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പിതാവ് ഒരിക്കലും, കാരണം പഴയ നിയമത്തിലുമായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ പിതാവ് അബ്രഹാം അല്ല, അബ്രഹാം ആവുന്നില്ല. കാരണം വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. മുഴുവൻ വിശ്വാസികളുടെയും പിതാവാണ് അബ്രഹാം. അബ്രഹാം ഫാദർ ഓഫ് ഓൾ ബിലീവേഴ്സ്, നമ്മുടെ എല്ലാം പിതാവാണ് അബ്രഹാം. അല്ലാതെ ഈ പഴയ നിയമത്തിന്റെ ആളുകളല്ല. പിന്നീട് നമ്മൾ വരുമ്പം മോശയെക്കുറിച്ച് കാണുകയാണ്. മോശയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ പഴയ നിയമ കഥാപാത്രങ്ങളിലൂടെയും അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോരുകയാണ്. മോശയുടെ കാലത്ത് സമാഗമന കൂടാരം വരുന്നു. പിന്നീട് ശലോമോന്റെ കാലത്തേക്ക് വരുമ്പോൾ ദൈവാലയം ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതാണ് നമ്മൾ കാണുന്ന ഒരു പാരമ്പര്യം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് വിശ്വാസം
അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ദൈവം ലോകത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പൊ ഹാബേലിനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹാബേല് മരിച്ച ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എബ്രായ ലേഖനം 11 പറയാണ്, വിശ്വാസത്താൽ അവൻ മരിച്ചതിന് ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കായീൻ. പിന്നീട് ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു, ഇമ്മോർട്ടാലിറ്റിയെ പ്രാപിച്ചു. ഹി ഓവർകെയിം ഡെത്ത്. അപ്പം മരണം കൂടാതെ ഇമ്മോർട്ടാലിറ്റി, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം സംസാരിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന മോശ, പിന്നെ ഏലിയാവ്. ആ മോശയും ഏലിയാവുമാണ് മറുവമലയിൽ യേശു കർത്താവിനോട് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും ഒരേ പദ്ധതിയുടെ തുടർച്ചയാണ്. ആ തുടർമാനതയെ നമ്മൾ കാണുക, കണ്ടിന്യൂറ്റിയെ കാണുകയാണ്. ഇത് കണ്ടിന്യൂറ്റി ഇല്ലാതെ വിട്ടുപോവുകയല്ല. അപ്പം ഇതാണ് നമ്മൾ കാണുന്ന ഒരു പാരമ്പര്യം. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് ശ്ലീഹ നമ്മളെ ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ നമ്മളെ കൂടുതൽ വ്യക്തമായി, അത് റോമാലേഖനം 11 അധ്യായത്തിലാണ്. റോമാലേഖനം 11 അധ്യായത്തിൽ 17 വാക്യത്തിൽ, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്. അപ്പോ കാട്ടൊലിവായിരുന്ന നിന്നെ എന്ത് ചെയ്തു? നാട്ടൊലിവോട് ഒട്ടിച്ച് ചേർത്തു. അപ്പം നാട്ടൊലിവായിരിക്കുന്ന പഴയ നിയമ ഇസ്രായേലിനോട് വിജാതീയരിൽ നിന്നുള്ള കാട്ടൊലിവിന്റെ കൊമ്പുകളെ ഒട്ടിച്ചു ചേർത്തുണ്ടാക്കുന്നതാണ് സഭ. അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റഡ് ട്രീ ആണ്, ഗ്രാഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഒട്ടിച്ചു ചേർക്കുകയാണ്, അല്ലാതെ പുതിയൊരെണ്ണം തുടങ്ങുകയല്ല. അപ്പൊ അതുകൊണ്ട് ഈ എന്താണ് അവിടെ സംഭവിക്കുന്നത്? റോമാലേഖനം 11 വായിക്കുന്നത്, ഈ നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരുകളുടെ പങ്കാളിത്തം ഈ പുതിയ വൃക്ഷത്തിനുണ്ട്. പുതിയ വൃക്ഷമല്ല, പുതിയതെന്ന് നിങ്ങൾ കരുതുന്ന ആ വൃക്ഷത്തിന്റെ വേരുകൾ എവിടെയാണ്? പഴയതിലാണ് കിടക്കുന്നത്. അപ്പൊ പഴയ വേരുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ്രായേലിന്റെ വേരുകളിൽ നിന്നുള്ള ലവണവും പോഷകങ്ങളും ധാതുക്കളും ആണ് ഈ ശിഖരങ്ങളിലേക്ക് കരുത്തും ഓജസ്സും ജീവനും നൽകുന്നത്. അപ്പം വൈറ്റമിൻസ് ആകട്ടെ, മിനറൽസ് ആകട്ടെ, പ്രോട്ടീൻസ് ആകട്ടെ, എന്തായിരുന്നാലും അത് വരുന്നത് ഈ വേരുകളിൽ നിന്നാണ്. ഏതാണ്? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ്. അതാണ് കൊലാസി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പെരുന്നാൾ, വാവ്, ശബത്ത് ഇത് എന്നിവ നിമിത്തം നിങ്ങളെ ആരും വിധിക്കരുത്. പെരുന്നാൾ, വാവ്, ശബത്ത് ഇത് വരുവാനിരുന്നവയുടെ നിഴലാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 4 നമ്മൾ വായിക്കുകയാണ്, 3:25 വായിക്കുകയാണ്. അപ്പൊ ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. അവിടെ അതാണ് നമ്മൾ ആ പ്രസംഗത്തിൽ കാണുന്നത്. അതുകൊണ്ട് ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ ഉയർത്തിയെടുക്കുന്നു. ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഉയർത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ പെന്തക്കോസ്തിക്ക് ശേഷം സ്ലീഹന്മാരുടെ പ്രഭാഷണം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പം ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ദൈവത്തിന്റെ പദ്ധതിയായിട്ട് കാണുന്നത്. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഉയർത്തുന്നു. അപ്പൊ ഈ എബ്രായ ലേഖനം 11 നമ്മൾ കാണുന്ന ഹാബേലിനെ കാണുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ഇങ്ങനെ പാടുന്നത്, ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. ഈ പഴയ നിയമത്തിലെ പിശാചുകളെയൊക്കെ പൊക്കി ഇവിടെ കൊണ്ട് നമ്മൾ പുതിയ നിയമ സഭയല്ലേ?
പഴയ നിയമത്തിലെ ഈ ആളുകളെല്ലാം പിടിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പഴയ നിയമത്തിലെ ഈ ആബേലിന്റെ കാര്യവും അബ്രാമിന്റെ കാര്യമൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന എന്തിനാണ്? വേരുകൾ മറക്കരുത്, വേരുകൾ മറക്കരുത്. വേരില്ലെങ്കിൽ പോയി, വേരില്ലെങ്കിൽ കാര്യം പോയി. അപ്പൊ ഇതാണ് പെന്തക്കോസ്തുകാർക്ക് സംഭവിച്ചത്. പെന്തക്കോസ്തുകാരെ പറ്റി ബൈബിളിൽ പ്രവചനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പെന്തക്കോസ്തുകാരെ പറ്റി ബൈബിളിൽ ഒരു വാക്യം കാണിക്കാം. യൂദായുടെ ലേഖനം. ഈ യൂദായുടെ ലേഖനം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പ്, ഒറ്റ പേജേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് സൂത്രം പറഞ്ഞു തരുന്നത്. വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് പുറയിലുള്ള ഒരു പുസ്തകമാണ്. ബൈബിൾ ഉള്ളവർ ദയവായി തുറക്കണമേ. യൂദായുടെ ലേഖനം 12-ാമത്തെ വാക്യം, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് വേദപുസ്തകം ലഭിച്ചു, നിങ്ങളിൽ നിന്ന് പാരമ്പര്യങ്ങളെ കേട്ടു, നിങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങളെ തീറ്റുകയാണ്. ഫീഡിങ് ബാക്ക്. അപ്പോസ്തോലിക സഭകളെ ഉപദേശിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന കാര്യം പറയാണ്, നീ രക്ഷിക്കപ്പെടണം. നിങ്ങളുടെ വിരുന്ന് തിന്നിട്ട് നിങ്ങളെ ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. ഭയം കൂടാതെ, ഭയപ്പെടണം. 30-40 തലമുറയായി ക്രിസ്ത്യാനികളായി പരിശുദ്ധ മൂറോന്റെ അഭിഷേകത്തോടെ നിൽക്കുന്ന തറവാട്ടിലുള്ള ഒരാളോടാണ് ഇവൻ വന്നിട്ട്, ഇവൻ മിനിഞ്ഞാന്ന് ബൈബിൾ കിട്ടി 60 രൂപയ്ക്ക് ബൈബിൾ മേടിച്ചിട്ട് അവൻ വന്ന് ഉപദേശിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതാണോ? എനിക്കും സംഭവിച്ച. നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഭയങ്കര ചാട്ടവും ബഹളവാ. കണ്ടാല് ഓർക്കും ഇതെന്തോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറും കാറ്റ്, വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രയോജനവും ഇല്ല. മേഘത്തിന്റെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം. വെള്ളം ഇട്ടാ വരുന്നത്, മുഴുവൻ വെളുത്ത മേഘങ്ങളാ. മഴ പെയ്യത്തില്ല, പ്രയോജനമില്ലെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളമില്ലാത്ത മേഘമാണ്, വെള്ളമില്ലാത്ത മേഘം. അടുത്ത വാക്യം, രണ്ടുരു ചത്തും ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും. അടുത്തത് നിങ്ങൾ അടിവരയിട്ട് വെച്ചോ, വേരറ്റും പോയ വൃക്ഷങ്ങൾ. വേരറ്റും പോയ വൃക്ഷങ്ങൾ, വേരറ്റും പോയ വൃക്ഷങ്ങൾ. നിങ്ങളുടെ ബൈബിളിൽ വരച്ചു വെക്കണം. വേരില്ല, വേരറ്റുപോയി എന്ന് ഈ പുസ്തകത്തിൽ പറയുമ്പം വേരെന്താണ്? വേര് കാട്ടൊലിവിന്റെ വേരല്ല, നാട്ടൊലിവിന്റെ വേരാണ്. അത് യഹൂദ പാരമ്പര്യമാണ്, ഇസ്രായേലിന്റെ വേരാണ്. അത് ഇസ്രായേലിന്റെ പെരുന്നാളുകളാണ്, അത് ഇസ്രായേലിന്റെ ആചാരങ്ങളാണ്, അത് ഇസ്രായേലിന്റെ പൗരോഹിത്യമാണ്, അത് ഇസ്രായേലിന്റെ മേലുള്ള അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ആരാധനകളിൽ ഇസ്രായേലിയ ശൈലി നിങ്ങൾ കാണുന്നത്, സിനഗോഗ് വർഷിപ്പിന്റെ രീതി നിങ്ങൾ കാണുന്നത്. ചോദിക്കത്തില്ലേ, വഴിയെ പോകുന്ന ഈ അലവനാദിയൊക്കെ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് മറുവഹസായ എവിടെ നിന്ന് കിട്ടി, കൈമണി എവിടെ നിന്ന് കിട്ടി, കിലുക്കം എവിടെ നിന്ന് കിട്ടി, പള്ളി എവിടെ നിന്ന് കിട്ടി, തിരശീല എവിടെ നിന്ന് കിട്ടി, വിരിക്കൂട്ടം എവിടെ നിന്ന് കിട്ടി? വേരുണ്ടായിരിക്കണമെടാ, വേരുള്ളവൻ ഇതുണ്ട്. വേരിന്റെ ഫലപ്രദമായ പങ്കാളിത്തം കിട്ടിയ കൊമ്പുകൾക്ക് ഈ പാരമ്പര്യമുണ്ട്. കാരണം ഫലപ്രദമായ വേരിന്റെ പങ്കാളിത്തം കിട്ടുവാനാണ് ഈ ഒലിവെ കൊണ്ട് ഒട്ടിച്ചത്. അപ്പൊ ഒട്ടിക്കപ്പെട്ട ദൈവജനം കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തി വെക്കുക അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 15:16. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും
എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. മനസ്സിലായോടാ പെന്തക്കോസുകാരാ? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തിക്കൊണ്ട് വരുന്നതാണിത്. അല്ല, നീ പറഞ്ഞ പോലെ പെന്തക്കോസ് നാൾ ഇവിടെ ആരും പുതിയ സഭയൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. കേട്ടിട്ടില്ലേ? നീതിമാന്മാരുടെ. അപ്പൊ ഇതാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നമ്മുടെ കൂടാരങ്ങളിലുണ്ട്. ദാവീദിന്റെ ആ വീട് പോയ കൂടാരത്തെയാണ് ഉയർത്തി ഇന്ന് വെച്ചിരിക്കുന്നത്, സഭയാകുന്ന കൂടാരം. ഈ കൂടാരത്തിന്റെ കീഴിൽ ദാവീദുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ അബ്രഹാമുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ നോഹയുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ ആബേലുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ ദാനിയേലുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ ഹസ്കിയേലുണ്ട്. ഈ കൂടാരത്തിന്റെ കീഴിൽ യോബുണ്ട്. ഇതാണ് ദാവീദിന്റെ വീണുപോയ കൂടാരം. ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. തിയോളജിക്കലി കൃത്യമായ ദൈവശാസ്ത്രമുള്ള ഇതാണ് നമ്മൾ ഉപേക്ഷിച്ചു പോയത്. ഇതിനെയാണ് പുറംകാലിന് തട്ടിയത്. എൻ്റെ ഓർത്തഡോക്സിൽ നിൽക്കുന്ന എന്നെ പോലെ ചാടിപ്പോകാതെ അതിനകത്ത് നിന്നവരും സ്വകാര്യമായി പലയിടത്തും പോയി തല കാണിച്ചിട്ടുണ്ട്. ഇല്ലേ? തല കാണിച്ച കുറ്റവാളികളാണ് എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം ഒരു നിമിഷം ചിന്തിച്ചു പോയി, ഇത് തട്ടിപ്പാണ്, മറ്റേതാണ് ഒറിജിനൽ. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമ്പോൾ, ഈ അമേരിക്കയിലെ കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്ന, നല്ല ടൂത്ത് പേസ്റ്റ്, കോൾഗേറ്റിന്റെ ഒരു ടൂത്ത് പേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ $4 കൊടുക്കണം. അപ്പൊ അതേസമയം ഇവിടെ വേറൊരു കടയുണ്ട്, പാരലൽ കട, ഡോളർ കടകൾ എന്ന് പറയും. ഡോളർ കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 എല്ലാ സാധനം ഏതെടുത്താലും 1.5 പണ്ട് ഞങ്ങളുടെ നാട്ടിലേ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? എൻ്റെ കുഞ്ഞിലെ ഏതെടുത്താലും 1.5, ഏതെടുത്താലും 1.5, ഏതെടുത്താലും 1.5, ഏതെടുത്താലും 1.5, ഏതെടുത്താലും 1.5, 1.5, 1.5, 1.5, ഏതെടുത്താലും 1.5, ഏതെടുത്താലും 1.5, ഏതെടുത്താൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഏതെടുത്താലും $1.5 ഉള്ളൂ അന്നത്തെ എൻ്റെ ചെറുപ്പത്തിൽ. അപ്പൊ ഈ 1.5 കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന എൻ്റെ വലിയ കുഞ്ഞല്ലേ, ഈ കാച്ചട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ നിൽക്കും. ഓരോരുത്തർ മേടിക്കുന്നൊക്കെ കണ്ട് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ ഏതെടുത്താലും 1.5, ഏതെടുത്താലും 1.5, അപ്പൊ ഇങ്ങനെ. അപ്പൊ 1.5 കച്ചവടക്കാർ വന്നു കഴിയുമ്പോൾ സന്ധ്യാവുമാർ വരും. കുറേ സാധനങ്ങൾ, ഇന്നത്തെ ചൈനീസ് സാമഗ്രികൾ പോലെ എവിടെ നിന്നൊക്കെയോ പല പല കൗതുക വസ്തുക്കൾ, പേഞ്ചീപ്പ് 2, നീണ്ട ജീപ്പ് 1, പിന്നെ എയർബോയ്, ഇങ്ങനെ പല സാധനം നിരത്തി വെക്കും. ഏതെടുത്താലും 1.5. ഒരു ദിവസം സന്ധ്യക്ക് മണ്ണാട് പള്ളിക്ക് ഇങ്ങനെ കച്ചവടം നടക്കും. അപ്പോൾ ഞാനും പോയി നിൽക്കുക. അപ്പം ഞങ്ങളുടെ നാട്ടില് ഇച്ചിരി അത്യാവശ്യം വാട്ടീസ് അടിക്കുന്ന ഒരു അച്ചാനുണ്ട്. പുള്ളി അവിടെ വന്ന് വെച്ച് പുള്ളി ഏതെടുത്താലും 1.5 ആണോ എന്ന് വെച്ചു. ആണെന്ന് പറഞ്ഞു. $1.5 അങ്ങോട്ട് കൊടുത്തു. 3.50 പൈസ അങ്ങോട്ട് കൊടുത്തു. ഇപ്പം ഇഷ്ടമുള്ള എടുക്കാം. ഈ പുള്ളി ആ നടുക്ക് കത്തിച്ച് വെച്ചിരുന്ന പെട്രോമാക്സ് എടുത്തോണ്ട് പോയി. ഏതെടുത്താലും 1.5. അപ്പൊ ഇതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതൊന്നും നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, മനസ്സിൽ പൊങ്ങി വരുന്ന ഓരോ ഓർമ്മകൾ പറയുന്ന. പിന്നെ വേറെ ഉണ്ട്, ഇത് നമ്മൾ ഒഫീഷ്യൽ മീറ്റിംഗ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പറയാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ എന്താ നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ? അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ഈ നമ്മുടെ അമേരിക്കയില് ഈ ഡോളർ കടയിൽ പിന്നെ ചെന്ന് കഴിയുമ്പം എന്ത് സാധനം എടുത്താലും $1 ഉള്ളൂ. $1, 8 സെന്റ് ടാക്സ്. $1, 8 സെന്റ്. ഏതെടുത്താലും $1. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ $4 നമ്മൾ വാൾമാർട്ടിൽ പോയി മേടിക്കുന്ന കോൾഗേറ്റിന്റെ പേസ്റ്റ് 2 എണ്ണം $1 കിട്ടും. 2 ട്യൂബ് $1 കിട്ടും. ബോടാ, കൊള്ളാമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അതിന് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? കൗണ്ടർഫീറ്റ്, ആഫ്റ്റർ മാർക്കറ്റ്, പല ഓമന പേര്. അപ്പൊ ഇതാണ് സംഭവം. എല്ലാ സാധനവും, ഏത് സാധനവും ഇവിടെ നമുക്ക് കിട്ടുന്ന ഡവിന്റെ സോപ്പ് അവിടെ വില കുറച്ച് കിട്ടും, എല്ലാം കിട്ടും. കാരണം ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി, സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായതാണ്. അതായത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. അപ്പൊ ഈ അമേരിക്ക പോലെയുള്ള ഇത്രയും ഭയങ്കര ഡെവലപ്ഡ് ഇവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, കേട്ടൊക്കെ അറിയാം. അപ്പൊ ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ലോ എൻഫോഴ്സ്മെന്റും അതുപോലെ സീക്രട്ട് ഏജൻസിയൊക്കെ ഉള്ളപ്പം ഇത്ര വ്യാപകമായിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഈ കടയിലെല്ലാം കൊണ്ട് വെക്കാൻ ആർക്കും, ഇവനൊന്നും അറസ്റ്റ് ചെയ്യാത്ത തന്നെ, ഇവനൊന്നും കേസ് എടുക്കാത്ത തന്നെ പിടിച്ച് ജയിലിലുണ്ട് അല്ലേ? സംഭവം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൗണ്ടർഫീറ്റ് കമ്പനികൾ, അതായത് വ്യാജനുണ്ടാക്കുന്ന ഈ
പിന്നെ ആമിന താത്തായും കുഞ്ഞാബും ഒക്കെ കൂടെ വീട്ടിൽ ഇരുന്ന് വെച്ച് കുഴലിനകത്ത് കോൾഗേറ്റ് ഉണ്ടാക്കുക. കാരണം എന്താ, ഇവര് ഉള്ള ഹോളിവുഡിലെ നടിമാരെ നടന്മാരെ എല്ലാം കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് പരസ്യം എല്ലാം ഉണ്ടാക്കി അവരുടെ നല്ല പല്ലൊക്കെ ഉമ്മിക്കിരി ഇട്ടൊക്കെ റെഡിയാക്കി നല്ല പല്ല അത് ചിരിച്ച് കാണിച്ചിട്ട് ഇത് കോൾഗേറ്റ് വെച്ചുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്യം കൊടുക്കും. ഇങ്ങനെ പരസ്യം കൊടുത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഈ ടൂത്ത് പേസ്റ്റിന് നല്ല സുന്ദരി പെണ്ണുങ്ങളെ കൊണ്ട് ഈ പിന്നെ ലെക്സ് സോപ്പ് തേച്ചുകൊണ്ടാണ് എൻ്റെ സ്കിന്നിങ് ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ. അപ്പൊ ഇതിനൊക്കെ എത്ര കോടി രൂപയാ ഈ കമ്പനിക്കാർ മുടക്കുന്നത്. അങ്ങനെ അവര് പരസ്യം കൊടുത്തുണ്ടാക്കുന്ന ഈ പേര് മുതലെടുത്തിട്ട് നമ്മുടെ ആമിന താത്തായും കുഞ്ഞാവും എല്ലാം കൂടെ എന്ത് ചെയ്യാണ്, കുന്നംകുളത്തിരുന്ന് വെച്ച് കുഴലിനകത്ത് കോൾഗേറ്റ് അടിച്ചിട്ട് അവർക്ക് വല്ല മുടക്കമുണ്ടോ? ആമിന താത്ത കുഴലിക്കേറ്റും, കുഞ്ഞാബു സൈക്കിളെ കൊണ്ട് വിൽക്കും. പരസ്യം വേണ്ട, ഐശ്വര്യ റായിക്ക് കാശ് കൊടുക്കണ്ട, അഭിഷേക് ബച്ചന് കാശ് ആർക്കും കൊടുക്കണ്ട പരസ്യ ചെലവിൽ. ഇങ്ങനെ വന്നപ്പോൾ ഇവരത് മൈൻഡ് ചെയ്തില്ല, പാവങ്ങളല്ലേ കുറച്ച് വിറ്റോട്ടെ. പിന്നീട് ഈ കമ്പനികൾ സ്റ്റഡി നടത്തിയപ്പം കമ്പനിയുടെ ഒറിജിനൽ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഇൻകം ഒരു വർഷം വരുന്നത് $1 ബില്യൺ. $1 ബില്യൺ, അതായത് $100 കോടി സാധനമാണ് അവര് ഓതന്റിക് പ്രോഡക്റ്റ് വിൽക്കുന്നത്. ഇതേ ബ്രാൻഡ് നെയിമിൽ കൗണ്ടർഫിറ്റ് മാർക്കറ്റിന്റെ റവന്യൂ ഇൻകം അവര് അതിന്റെ ടേൺ ഓവർ അന്വേഷിച്ചപ്പം അവരറിഞ്ഞത് $1.5 ബില്യൺ. ഇവർ $1 ബില്യൺ സാധനത്തിന്റെ ഒറിജിനൽ വിൽക്കുമ്പം ഇവരുടെ സെയിം പേരിൽ $1.5 ബില്യന്റെ ഡ്യൂപ്ലിക്കേറ്റ് അവർ വിൽക്കുക. ഇതിനെ ചെറുക്കണമെങ്കിൽ എത്ര കേസെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുന്നത്, എത്ര എണ്ണം വെച്ചാൽ ചാർജ് ചെയ്യുന്നത്. പോലീസിനോട് പറഞ്ഞാൽ കുറെ പേരെയൊക്കെ അറസ്റ്റ് ചെയ്യും, കുറെ പേരെ പിടിക്കും, അവർ പിന്നെയും കച്ചവടം ചെയ്യും. അവസാനം ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്ന് കമ്പനിക്കാർ തീരുമാനിച്ചു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവസാനം ഒരു മാരകമായ തീരുമാനം എടുത്തു. എന്താ തീരുമാനം എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ കമ്പനികളും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ കമ്പനികളുണ്ട്, യൂണിലിവർ വലിയ കമ്പനി, അവരെല്ലാവരും അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും അവരുടെ കമ്പനി തന്നെ വ്യാജം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഗുണനിലവാരമില്ലാതെ അവരുടെ പേരിൽ ഈ കമ്പനികൾ തന്നെ വ്യാജം ഉണ്ടാക്കിയിട്ട് ഈ ആഫ്റ്റർ മാർക്കറ്റ് കടകളിൽ മുഴുവൻ കമ്പനി തന്നെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? വാൾമാർട്ടിൽ കൊണ്ട് $4 ഒരു ട്യൂബ് വെച്ചിട്ട് ഈ ഡോളർ കട കൊണ്ട് 2 ട്യൂബ് $1 വെക്കുന്നു ഈ കമ്പനിക്കാർ. അതുകൊണ്ടാണ് ഇവിടെ കേസില്ല, അറസ്റ്റ്, കാരണം ഇവരുടെ തന്നെയാണ് സാധനം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചാലും കമ്പനിക്ക് കാശ് കിട്ടും. കമ്പനികൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റും കൂടി ഇറക്കാൻ തുടങ്ങിയപ്പം ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് കച്ചവടക്കാർ മുഴുവൻ പൊട്ടിപ്പോയി. പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ കമ്പനിക്കാർ, അതുപോലെയാണ് ഈ കത്തോലിക്ക തിരുസഭ ഈ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞൊരു ക്ണാപ്പ് പരിപാടി ഇറക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസുകാരുടെ ശല്യം ഇങ്ങനെ സഹിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കത്തോലിക്കരുന്ന് ആലോചിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്, ഇവന്മാർ ഈ ജില്ലം പടപട അപ്പൊ പിന്നെ എന്താ, കോൾഗേറ്റ് ചെയ്ത പോലെ നമുക്ക് തന്നെ ഇറക്കിയേക്കാന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആളുകൾക്ക് എയറോബിക്സ് ചെയ്യണം, അതിനിപ്പോ പെന്തക്കോസിൽ പോയിരുന്നു ബുദ്ധിമുട്ടി ഇരുന്ന് ചാടണ്ട, നിന്ന് ചാടിക്കോട്ടെ. അങ്ങനെയാണ് കത്തോലിക്ക സഭയും ഈ പരിപാടി തുടങ്ങിയത്. ഞാൻ ഈ പറഞ്ഞത് കരിസ്മാറ്റിക് എന്നാന്ന് ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചതുകൊണ്ട് മറുപടി സന്ദർഭവശാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് വേരില്ലാത്ത ആളുകൾ ഉണ്ട്. അപ്പൊ ഇത് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുക. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുകയാണ്. അവിടെ ദാവീദിന്റെ പുത്രിയായ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. അപ്പൊ ഈ അമ്മയുടെ പ്രാർത്ഥന അവിടെ അങ്ങ് വിശ്രുതമായി തീർന്നു. എല്ലാ ദിവസവും ഈ കബറിങ്ക പോയി നിന്ന് തന്റെ പുത്രന്റെ കബറിങ്ക പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് അവിടെയുള്ള യഹൂദ പുരോഹിതന്മാർക്ക് ഭയങ്കര അരിശമായി. എന്നിട്ട് അവര് പറഞ്ഞു, ഇവൾക്കൊരു ഭൂതമുണ്ട്, പിന്നെ വേറൊരു പുരോഹിതൻ പറഞ്ഞു ഇവൾക്കൊരു രോഗമുണ്ട്. അപ്പൊ അവളോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, റാബിനിക്ക് പ്രേയേഴ്സ് ഞങ്ങൾ നടത്താം. പിന്നെ അവർ പറഞ്ഞു ഒരു പ്രത്യേക കാഹളമുണ്ട്, ആ കാഹളം മറിയത്തിന്റെ ചെവിയിലോട്ട് വെച്ചിട്ട് ഊതണം, അപ്പൊ ഇവളിലുള്ള ഭൂതം പോകുന്നു. അങ്ങനെ അവിടെ ഭൂതബാധയായ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഈ പുരോഹിതൻ ആ ഭൂതം ഉച്ചാടനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പുരോഹിതൻ പരാജയപ്പെട്ട സമയത്ത് പരിശുദ്ധ അമ്മയെ അവിടെ കൂട്ടിക്കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഭൂതമൊക്കെ മാറ്റി റെഡിയാക്കാന്നാണ്. അപ്പൊ ആ സമയത്താണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുകയും ആ സ്ത്രീയുടെ ഭൂതം വിട്ടുപോവുകയും ചെയ്തു. യേശു കർത്താവ് എങ്ങനെ ഭൂതത്തെ ഇറക്കി വിട്ട് ആളുകളെ സ്വതന്ത്രരാക്കിയോ അതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ ആ പെൺകുട്ടി ഭൂതബാധയിൽ നിന്ന് സ്വതന്ത്രയായി. പിന്നീട് രോഗികൾ സുഖപ്പെടാൻ തുടങ്ങി. അങ്ങനെ സഭയ്ക്ക് വലിയ അനുഗ്രഹമായി ആ കാലത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥനകള് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ആ പ്രാർത്ഥനകള് ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി ആ സഭയ്ക്കുണ്ടായിരുന്നു.
അപ്പം ദൈവപുത്രന്റെ കബറുങ്കൽ മേൽപോട്ട് കണ്ണുകൾ ഉയർത്തി ധ്യാന നിമഗ്നയായി സ്വർഗം തുറക്കുന്നത് നോക്കി ആ സ്വർഗാദി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആ സിംഹാസനത്തിൽ തന്റെ മകൻ, താൻ താരാട്ട് പാടിയ മകൻ, താൻ മുട്ടിന്മേലേന്തിയ മകൻ ആ സ്വർഗീയ പിതാവിന്റെ വലത്തുവശത്തിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച അമ്മയുടെ പ്രാർത്ഥനയിൽ ആ ദേശം മുഴുവൻ സൗരഭ്യം പരന്നു എന്ന് സുറിയാനി പിതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ ദേശത്തുള്ള പലരും ആദിമ സഭയിലുള്ളവർ ആ പ്രാർത്ഥനയാൽ അനുഗ്രഹവും വിടുതലും വലിയ സ്വർഗീയ സമാധാനവും പ്രാപിച്ചു എന്ന് സഭ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ സാക്ഷ്യപ്പെടുത്തലുകളുടെ ഫലമായിട്ട് സഭ തുടർന്ന് പറയുകയാണ് ഈ ഇത്രയും അനുഗ്രഹമായ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയോട് സഭ പറയുകയാണ്, നീ ആ പ്രാർത്ഥന നിർത്തരുത്. നിർത്തിയിടരുതേ പരിശുദ്ധേ, ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിയിടാ ഏകാത്മജനോട് ധീക്കാ. നിർത്തിയിടരുതേ പരിശുദ്ധേ, ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിയിടാ ഏകാത്മജനോട് ദാവീദിൻ സുതമറിയാമിൻ ഓർമ്മയെ മാനിച്ചോൻ ധന്യൻ, തിരുവുളവായി മാതാവായ തൽ പ്രാർത്ഥന നൽ സങ്കേതം. ദൈവജനത്രീ കന്യകയാ മറിയാമേൻ ഏകസുതൻ, ഞങ്ങളിലലിയാൻ പരിശുദ്ധേ നിത്യവുമാഭ്യർത്ഥിക്കേണം. ഞാൻ പറഞ്ഞ നമ്മുടെ സുറിയാനി സഭാപിതാവായ മാർ അപ്രേമിന്റെ നബിയുമായിരുന്ന ആ സഭാപിതാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ എഴുത്തുകളിൽ നമ്മൾ കാണുന്ന ഹൗവയുമായി പരിശുദ്ധ അമ്മയെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഹൗവ മരണത്തിന്റെയും ദുഃഖത്തിന്റെയും പുളിപ്പിനെ മനുഷ്യവർഗത്തിൽ സന്നിവേശിപ്പിച്ചു. പരിശുദ്ധ അമ്മ അതിനെ വലിച്ച് എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. വാർദ്ധക്യം ത്വക്ക് ചുക്കിച്ചുളിഞ്ഞ് വാർദ്ധക്യം ഹൗവയെ ബാധിച്ചു. പാപത്തിന്റെ അനന്തരഫലമായി വാർദ്ധക്യം, ജരാനരകൾ, മരണം ഹൗവയെ പിടിച്ചു. എന്നാൽ തൻ്റെ പുത്രിയായ മറിയാമിലൂടെ ഹൗവ യൗവനത്തെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. വിർച്യൂ ഓഫ് മേരി helped Eve to redeem her youthfulness and her charm and beauty. അപ്പം നമ്മളൊരു പാട്ടിനകത്ത് പാടുന്നുണ്ട്,
അഴകാകെ നശിപ്പിക്കും, തന്മൃതിയാൽ അഴകാകെ നശിപ്പിക്കും മൃതിയെ ജയിച്ചോൻ. അപ്പം അഴകിനെ നശിപ്പിക്കുന്ന, സൗന്ദര്യത്തെ കെടുത്തി കളയുന്ന, മനുഷ്യവർഗത്തിന്റെ നിതാന്ത ശത്രുവായിരിക്കുന്ന, പ്രധാന ശത്രുവായിരിക്കുന്ന, അവസാനത്തെ ശത്രുവായിരിക്കുന്ന മരണത്തെ ജയിക്കുവാൻ ഈവ്. അപ്പം മേരി ബിക്കെയിം എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഓർ എ കണക്റ്റിംഗ് ഫാക്ടർ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഈവ്. അപ്പൊ ക്രിസ്തുവിനും ഹൗവയ്ക്കും ഇടയിൽ ഒരു കണക്റ്റിംഗ് ഫാക്ടറായിട്ട് മേരി വരികയാണ്. ദ വിർച്യൂ ഓഫ് ബീയിങ് ബോൺ ആൻഡ് ഗിവിംഗ് ബർത്ത്. അപ്പൊ വിർച്യൂ ഓഫ് മേരി, അതായത് മറിയാം ഹൗവയുടെ മകളായി ജനിച്ചു. അവളുടെ ജനനത്താലും അവൾ ദൈവപുത്രന് ജന്മം നൽകി. അവൾ ജനനം നൽകിയതിനാലും, അതുകൊണ്ടാണ് വിർച്യൂ ഓഫ് ബീയിങ് ബോൺ ആൻഡ് ഗിവിംഗ് ബർത്ത്. അപ്പം ഇത് കണക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പം അത് മനുഷ്യവർഗത്തിനോടാണ്, കാരണം ഹൗവയോട് കണക്ട് ചെയ്യപ്പെട്ടു. പിന്നെ വളരെ മനോഹരമായ ഒരു വർണ്ണന ഇതാണ്: സർപ്പത്തിന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു, ഇഴഞ്ഞു നടക്കുന്നത് പോലെ ഹൗവയുടെയും ആത്മീകമായി കൈകാലുകളെ നഷ്ടപ്പെട്ടു. ഹൗവയും ഇഴഞ്ഞു നടക്കുന്ന അവസ്ഥയിലായി. ഹൗവയുടെ കാലുകളായി ഹൗവയുടെ മകൾ മറിയം വന്നു. ഹൗവ ഇടറിയപ്പോൾ ഹൗവയുടെ മകളായി മറിയം വന്നു. മറിയം അവളെ തോളിലേറ്റി. ഹൗവയെ നിത്യയൗവനത്തിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക്, പുതുക്കത്തിലേക്ക്, റിസ്റ്റോറേഷനിലേക്ക് മറിയം നടത്തിക്കൊണ്ടുപോയി എന്നാണ് ആ ഒരു ഭാവനയിലുള്ളത്. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ ദാനിയേലുമായിട്ടുള്ള കമ്പാരിസണാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർണ്ണനയാണ് ദാനിയേലുമായിട്ടുള്ള ഒരു കമ്പാരിസൺ. അപ്പം അതേക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഒരു വാക്യം വായിക്കാം. യെഹെസ്കേലിന്റെ 14-ാം അധ്യായമാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കണേ. യെഹെസ്കേൽ 14:14. അപ്പൊ അവിടെ വായിക്കാം: നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ രീതിയാൽ സ്വന്തം പ്രാണനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. പിന്നെ പറയണം, ആ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നെ ആണ് അവർ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. അപ്പൊ ദൈവം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നിവർ ഇനി എൻ്റെ മുമ്പിൽ വന്ന് നിന്നാലും ഞാന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അപ്പൊ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ചാണ്, ഇന്റർസെഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ലോത്ത് വസിച്ചിരുന്ന സൊദോമിനെയും ഗൊമോറയും ഒക്കെ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അബ്രഹാം പ്ലീഡ് ചെയ്യുന്നുണ്ട്, ഇന്റർസെഷൻ ഓഫ് എബ്രഹാം. അപ്പം അബ്രഹാം ഇങ്ങനെ കുറച്ച് 50 പേരുണ്ട്, 30 പേരുണ്ട്, ഇങ്ങനെ 10 പേരുണ്ട്, നീതിമാന്മാരുടെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അവസാനം അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം സ്റ്റോപ്പ് ചെയ്തു. അബ്രഹാം ഏറ്റവും കുറഞ്ഞു വന്നിട്ട് അവസാനം അബ്രഹാം പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തപ്പോൾ സോദോം നശിപ്പിക്കുകയാണ്. അപ്പൊ സോദോം നശിപ്പിച്ചതിന്റെ കാരണം നമ്മുടെ പിതാക്കന്മാര് പറയുന്നത് ഓൺലി ബിക്കോസ് ഓഫ് എബ്രഹാം ഹാസ് സ്റ്റോപ്ഡ് പ്രേയിങ്. മനസ്സിലായോ? അതായത് അബ്രഹാമിന്റെ കയ്യിലാണ് കീ. അബ്രഹാം പ്രാർത്ഥന നിർത്തിയത് കൊണ്ടാണ് സോദോം നശിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിങ്ങനെ കേൾക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ആ കാഴ്ചപ്പാട് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാം പ്രാർത്ഥന നിർത്തി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനയെ, ഞങ്ങളിലാർദ്രത തോന്നിയിടാം ഏകാത്മജനോട് ദാവീദിൻ സുതമറിയാമിൻ
മാനിച്ചോൻ ധന്യൻ തിരുവുളവായി മാതാവായ തൽ പ്രാർത്ഥന നൽ സങ്കേതം. ഇതാണ്. അതുകൊണ്ട് ഈ നമ്മൾ പറഞ്ഞ നോഹ, ദാനിയേല്, ഇയ്യോബ് അവരെ ദൈവം തന്നെയാണ് പറയുന്നത്. ദേ ക്യാൻ സ്റ്റാൻഡ് ബിഫോർ മീ, ദേ ക്യാൻ പ്ലീഡ് ഫോർ യു. അപ്പൊ അവര് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇവരോട് വാണിംഗ് കൊടുക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചേ കരുത് അവന്മാർ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കത്തില്ല കേട്ടോ. പക്ഷെ ആ ദൈവം പലപ്പോഴും അങ്ങനെ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ മനസ്സലിവാണ് ഏറ്റവും മുന്നിലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഇതിനോട് കമ്പയർ ചെയ്താണ് ഈ ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഗബ്രിയേൽ മാലാഖ വന്നത്. ബട്ട് ഇവിടെ മറിയത്തിന്റെ അടുത്തോ ഗബ്രിയേൽ, ദ ഏഞ്ചൽ ഗബ്രിയേൽ വാസ് എ ഫ്രീക്വന്റ് വിസിറ്റർ. തുടർച്ചയായിട്ട് മറിയത്തിന് ആക്സസ് സ്വർഗത്തിലേക്കുണ്ട്. ദൈവസന്നിധിയിൽ പ്രവേശനവും ദൈവത്തിന്റെ മുമ്പാകെ മുഖപ്രസന്നതയും തന്റെ പുത്രന്റെ മാതാവ് എന്ന നിലയ്ക്കുള്ള പദവിയും സ്വർഗീയ വാസികളോടുള്ള മുഖപരിചയവും ഉള്ള ഒരു വ്യക്തിയാണ് സ്ത്രീകളിൽ ഏറ്റവും ശോഭിതയായ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ പോലെ മറ്റൊരാളില്ല. ദ യുണീക്ക് പേഴ്സൺ ഇൻ ദ ഹോൾ ഹ്യൂമാനിറ്റി, ഫ്രം ദ ഹോൾ ഹ്യൂമാനിറ്റി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ധ്യാനം നമ്മൾ തുടരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടും നേരത്തഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിധേ ചെന്നുരച്ചെയ്ദേവം രാജതനൂജൻ മേവുമതാ മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നീടും ധനവാൻ ക്ഷാമ ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ചാൻ. ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ. ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാ നൗതി അംബരശില്പിയേറ്റേന്തി വ്രതശുദ്ധ്യാപേറ്റോരമലേ നിസ്തുലമാ മണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോനാം നാഥൻ ധന്യൻ. ഞാൻ സത്യപ്രഭയെന്നുടയോൻ തൻ അന്തേവാസികളോടോടി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു